ഹായ് കൂട്ടുകാരെ, റെയിൻകാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് താമരയുടെ ട്യൂബർ നടുന്നൊരു വീഡിയോ ആണ്. നമുക്കൊരു താമര ട്യൂബർ ആരെങ്കിലും തന്നു കഴിഞ്ഞാലോ അതോ ഓൺലൈൻ മേടിച്ചാലോ നമ്മൾ എങ്ങനെ നടുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ട്. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ചെടികളെ സ്നേഹിക്കുന്നവർ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് നമ്മൾ ഈ താമര ട്യൂബറാണ്. ഇത് 2 നോഡുണ്ട്, ഇതിൽ ഇല വരുന്ന 2 ഭാഗങ്ങളുണ്ട്. ഈ ട്യൂബർ നടുന്ന രീതിയാണ്. നമ്മളിവിടെ ഒരു പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പോട്ടിൽ അടിയിൽ മാത്രം വളം ഇട്ടിട്ടുണ്ട്, കുറച്ച് എല്ലുപൊടി കുറച്ച് ഉണക്കച്ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിന് മേളിൽ നമ്മൾ ഈ ചെളിയാണ് ഇട്ടേക്കുന്നത്, ഇതേപോലെ ചെളി. ഈ ചെളിയിൽ നമ്മൾ ഈ ട്യൂബർ, ഇത് ചന്ദ്രഭാഗ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ട്യൂബറാണ്. ട്യൂബർ ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വെച്ചാൽ മതി. ഇത് കണ്ടോ, ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് ഞാൻ ഈ ചെളി നനച്ചിട്ടുണ്ട്. ചെളി ഇല്ലാത്തൊരു മണ്ണായാലും മതി, ഏത് മണ്ണായാലും നമുക്ക് താമരയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഇതേപോലെ വെച്ചാൽ മതി. കണ്ട, ഇങ്ങനെ വെച്ചാൽ മതി. ഈ സൈഡിലാണ് വെക്കേണ്ടത്, സെൻറ്ററിൽ വെക്കരുത്, സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ വെച്ച് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി ഒരിച്ചിരി ചെളിയും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ 2 നോഡ് നമ്മുടെ വേരിറങ്ങുന്ന പോയിൻ്റാണ്. അപ്പോൾ ഇത് രണ്ടും വേരിറങ്ങാൻ വേണ്ടി ഇങ്ങനെ മണ്ണിൽ ടച്ച് ചെയ്തിരിക്കണം. ഇത് ഇല വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇത് മുകളിലോട്ടും ഇരുന്നാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ ഇച്ചിരി അസോള ഇട്ടിട്ടുണ്ട്. അസോള ഇതിൽ കൂത്താടിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അസോള ഇടുന്നത്. പെട്ടെന്ന് അങ്ങ് ഫില്ലാവും അസോള, പിന്നെ കൂത്താടിയൊന്നും വരത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതൊരു ചെറിയ പോട്ടാണ്, മാക്സിമം വലിയ പോട്ടി നടാമെങ്കിൽ അത്രയും വലിയ താമര നമുക്ക് ഫ്ലവർ കിട്ടും. അപ്പോൾ എല്ലാവരും 18 ഇഞ്ച് പോട്ട് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ചന്ദ്രഭാഗയുടെ ട്യൂബറായിരുന്നു. അപ്പോൾ 3 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ 1 എണ്ണം നമ്മൾ നട്ട്. അപ്പോൾ ഇതിൽ ചെളി ഇല്ലാത്തവർ സാധാ മണ്ണായാലും ഉപയോഗിച്ചാൽ മതി. കല്ല് മാക്സിമം ഒഴിവാക്കണം. നമ്മുടെ പോട്ടിൽ നിന്ന് കല്ലൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളമൊന്നും ഒരിക്കലും മേളി ഇടരുത്. പോട്ടിൻ്റെ അടിയിൽ ഇച്ചിരി എല്ലുപൊടിയും ഇച്ചിരി ഉണക്കച്ചാണകവും ഇടാവുള്ളൂ. അതിനുശേഷം മണ്ണോ ചെളിയോ എന്തോ ആയാലും കുഴപ്പമില്ല, ഹാഫ് പോർഷൻ മണ്ണ് നിറച്ചാൽ മതി. വളം കൂടിയും പോകരുത്, വളം കൂടിപ്പോയാൽ ട്യൂബർ അഴുകിപ്പോവും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇച്ചിരി വളം, അല്പം വളം ഇട്ടിട്ട് ഇതേപോലെ ചെയ്താൽ മതി. എന്നിട്ട് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടം വരെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുക, ഈ ഒരു പോർഷൻ വരെ, ഈ നോഡ് നിൽക്കുന്ന വരെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല വെയിലത്ത് വെക്കുക. ട്യൂബർ ആണെങ്കിൽ നമുക്ക് നല്ല വെയിലത്ത് വെക്കാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല വെയിലത്ത് പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ ദെൻ ബൈ.